ആലത്തൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ശരീഫ് തിന്നുരാപുരം. ആഗസ്റ്റ് മാസം 20, 2024 ഇന്ന് വരുന്നത്. മലയാള മാസം ചിങ്ങമാസം 4, സബർ മാസം അറബി മാസത്തിൽ 15 എന്ന് വരുന്ന തീയതികൾ. ഇന്ന് ചൊവ്വാഴ്ച. മുഖ്യ വാർത്തകൾ: PK സസ്സിനെ തരം താഴ്ത്തി. മണ്ണാർക്കാട്ടിൽ ഇന്നലെ ഭയങ്കരമായ മഴ. ഓട്ടോറിക്ഷയ്ക്ക് ഇഞ്ഞു മുതൽ കേരളത്തിൽ എവിടേക്കും ഒറ്റ പെർമിറ്റിൽ ഓടാം. ചതയ ദിനം ഇന്ന്. മംഗലം ഡാമിൽ വീണ്ടും കാട്ടാന ശല്യം. ജമ്മു കാശ്മീരിൽ തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ CRPF ഭടന് വീരമൃത്യു. രാജീവ് ഗാന്ധിക്ക് ഇന്ന് 80ാം ജന്മദിനം. കാർഷിക വികസന ബാങ്ക് 10 ലക്ഷം റുപ്യ കൊടുത്തു. സൗജന്യ കണ്ണ് പരിശോധന ക്യാമ്പ് ഇന്ന്. ബാങ്ക് മാനേജർ മതാ ബാലചന്ദ്രൻ എന്നാളിനെ അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിസ്തരിച്ച്. CPM നേതാവും പാലക്കാട് ജില്ലയിലെ പ്രമുഖ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടും പാർട്ടിയുടെ ഏകോപനവുമായി ബന്ധപ്പെട്ടും പ്രവർത്തിച്ചിരുന്ന മുൻ MLAയുമായ PK സസ്സിനെ KTDC സ്ഥാനത്ത് നിന്നും തൽക്കാലത്തേക്ക് ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തി. മൂപ്പര് വഹിച്ചിരുന്ന എല്ലാ ചുമതലകളും മൂപ്പരനെ അതിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി മൂപ്പര് ഒന്നേന്ന് തുടങ്ങിയിട്ട് പാർട്ടി പ്രവർത്തനം ചെയ്യേണ്ടി വരുന്ന മേൽഘടകങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വയനാട് ദുരിതാശ്വാസ നിധിക്ക് 1,01,10,00,000 റുപ്യയും സംഭാവന നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 1,10,00,000 റുപ്യ കൊടുത്തത്. മണ്ണാർക്കാട്ടിലും ഇരുമ്പകച്ചോരിയിലും അതിൻ്റെ വട്ടാരങ്ങളിലൊക്കെ കനത്ത മഴ. പുഴ കവിഞ്ഞൊഴുകിയിട്ട് പോണ അവസ്ഥയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളം കൂലം കുത്തി ഒലിച്ചു പോണത് പലർക്കും പുഴൻ്റെ ഓരത്ത് നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. തേങ്ങയും മാങ്ങയും എന്നു വേണ്ട എല്ലാ സാമാനങ്ങളും വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോകുന്നത് കാണണ്ടായിരുന്നു. ചൂണ്ടലാട്ടാൻ വന്ന ചെക്കന്മാർക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിലും വേറെന്തൊക്കെ ഒലിച്ചു പോകണമൊക്കെ കൈ കിട്ടിയെന്നൊക്കെയാണ് പറയണത്. കുന്തിപ്പുഴയിലും നെല്ലിപ്പുഴയിലും നിറച്ചും വെള്ളം വന്നിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ ഡാമൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ട് പോവുകയാണ് ഇന്നലത്തെ കൊടുമയായ മഴയിൽ എന്ന് അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഇനി മുതൽ കേരളത്തിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിർത്തിയിട്ട ഏത് ഓട്ടോറിക്ഷയ്ക്കും കേരളത്തിൽ പെർമിറ്റിൻ്റെ പേരിൽ തടസ്സം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എവിടേക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പോകാം. പെർമിറ്റ് വേണ്ടേ വേണ്ടെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ പറയുന്നുണ്ട് ആ തീരുമാനം മാറ്റണം, അത് ശരിയാകില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഉള്ളേരികളിൽ നിന്നും നാട്ടും പുറത്തുനിന്നൊക്കെ ഉള്ള ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് ഇതുവരെ ഒരു തടസ്സമായിരുന്നു. കേരളത്തിലും തമിഴ്നാടും കർണാടകയൊന്നും പോകാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയാണ്, ചതയ ദിനമാണ്. ഇന്ന് SNDP യൂണിയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ എവിടെയൊന്നും എല്ലാ ഭാഗത്തും ശ്രീനാരായണ ഗുരുവിനെ ഓർമ്മിച്ചുകൊണ്ടുള്ള ജാഥ നടത്തും. ആൾക്കാർക്ക് മഞ്ഞ കുപ്പായോ മഞ്ഞ മുണ്ടോ മറ്റു വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് പോവുക എന്നുള്ളത് ഈ ജാതിയിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ശ്രീനാരായണ ഗുരു 7 പേർക്ക് മാത്രമല്ല എല്ലാ മതസ്ഥർക്കും ജാതികൾക്കും ഒരുപാട് നന്മയുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്.
അവരെ അനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളും സ്ഥാപനങ്ങളും കേരളത്തിൽ നിറച്ചുണ്ട്. മംഗലം ഡാമിൽ വീണ്ടും കാട്ടാന ശല്യം. പല ഭാഗത്തും കാട്ടാന നേർച്ചപ്പാറയിലും മലയോര മേഖലകളിലും ഒക്കെ പകലും രാത്രിയെന്നില്ലാണ്ടും ഒക്കെ ആനകൾ ഇറങ്ങി വരുന്നുണ്ട്. കൃഷികളും അതിൻ്റെ കൂടെയുള്ള സംഭവങ്ങളും വീടുകളും ഒക്കെ നശിപ്പിക്കുകയാണ് ഈ ആന വന്നിട്ട്. നേരെ ചൊവ്വയൊന്നും പുറത്തേക്ക് പോകാനോ അങ്ങാടിക്ക് പോകാൻ പറ്റണില്ല. ആന തുമ്പിക്കൈ കൊണ്ട് ഒരു വീശിയ തോട്ടിൻ്റെ അപ്പുറത്ത് ഒരു വീഴുവാണ്. അങ്ങനെയുള്ള അവസ്ഥയാണ് പറയുന്നത്. ആൾക്കാർ വാഴ ഓണക്കാലത്തേക്ക് വെട്ടാൻ പാകത്തിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ആന കാരണം വലിച്ച് പാവമായിട്ടുള്ള പഴക്കൊല്ലിനെയൊക്കെ മുഴുക്ക വിഴുങ്ങണമെന്നാണ് പറഞ്ഞു വരുന്നത്. ജനങ്ങളുടെ ഈ ഇടങ്ങിയെന്ന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങളൊക്കെ വനം വകുപ്പ് ആഫീസിലേക്ക് പരാതിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പാട്ട കൊട്ടിയിട്ടും പടക്കം പൊട്ടിച്ചിട്ടൊക്കെയാണ് കുറേയൊക്കെ ഈ ആനൻ്റെ ശല്യം ഒഴിവാക്കിയത് എന്നാണ് പറയുന്നത്. ജമ്മു കാശ്മീരിൽ ഉധംപൂർ ജില്ലയിൽ ഭീകരനെ പിടിക്കാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർ ഇറങ്ങി. കുറേ തിരഞ്ഞിട്ടും കിട്ടിയില്ല. അവർ പോന്തക്കാട്ടിലും കെട്ടിടങ്ങളുടെ മറവിലും തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. പിടിക്കണതിൻ്റെ ഇടയിൽ CRPF ഇൻസ്പെക്ടർ വീരമൃത്യു വരിച്ചു. ഇന്നത്തെ വാർത്തയിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വീരമൃത്യു വരിച്ചവർക്ക് പ്രണാമം അർപ്പിക്കുന്നതിനും അനുശോചനം അർപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ആൾക്കാരും രാഷ്ട്രീയ തലത്തിലും അല്ലാണ്ടൊക്കെ നിറച്ചും അനുശോചനം അർപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആത്മാവിന് നിത്യശാന്തിയും മോക്ഷവും കിട്ടാൻ വേണ്ടി പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആധാരാഞ്ജലികൾ ആലത്തൂർ വാർത്താ ഗ്രൂപ്പിൻ്റെ പേരിലും അറിയിക്കുന്നുണ്ട്. കുൽദീപ് എന്ന ഒരാളാണ് ഈ വീരമൃത്യു വരിച്ച ഉദ്യോഗസ്ഥന്. ദുഡു പോലീസ് സ്റ്റേഷനിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള പോലീസുകാരും പട്ടാളക്കാരും കൂടിയിട്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. രാജീവ് ഗാന്ധി ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് 80 വയസ്സാവുമായിരുന്നു. അവരുടെ ഓർമ്മകൾ പുതുക്കി പല ഭാഗത്തും അനുസ്മരണ യോഗങ്ങളും ദുഃഖാചരണങ്ങളും ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം ഒരുപാട് പേര് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും തീവ്രവാദം ഗണ്യമായി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ജനമനസ്സുകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വിളക്കാണ് മൂപ്പര് എന്നാണ് എല്ലാവരും പറയുന്നത്. കോൺഗ്രസ്സിന് മാത്രമല്ല, രാജീവ് ഗാന്ധിൻ്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും രാജീവ് ഗാന്ധിനോട് എന്നും ബഹുമാനവും ആദരവുമാണ് ഉണ്ടായിരുന്നതെന്ന് സോണിയാഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആലത്തൂർ കാർഷിക വികസന ബാങ്കിൽ നിന്ന് പൈസ 10 ലക്ഷം റുപ്യ മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പുനഃപ്രവർത്തനങ്ങൾ നടത്താനും വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല സഹായമാണ് ബാങ്കുകാർ ചെയ്തതെന്നാണ് അവിടെ ബാങ്കുകളിൽ പൈസ കെട്ടാൻ വേണ്ടിയിട്ടും ലോൺ അടയ്ക്കാൻ പോകുന്നവരും പറഞ്ഞത്. ആൾക്കാരിൽ നിന്ന് എത്രയോ പൈസ പിടിച്ചോട്ടെ, എന്നാലും കുഴപ്പമില്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ബാങ്ക് ഡയറക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ അടിപ്പരണ്ടിയിൽ ഒരു ഉസ്താദ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടിപ്പരണ്ടിയിലത്തെ TS മുത്തഹമ്മദ് ഉസ്താദ് 66 വയസ്സാണ് മരിച്ചത്.
ഖബറടക്കം നടത്തി. 4 കൊല്ലമായിട്ട് നല്ല 40 കൊല്ലമായിട്ട് അടിപ്പൻ്റെ ജുമാ മസ്ജിദിൽ മുക്രിയായിട്ടും അസിസ്റ്റൻ്റ് ഖത്തീബായിട്ടും അവിടുത്തെ ഓതൽ പഠിപ്പിക്കുന്ന ഉസ്താദായിട്ടും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. നെന്മാറ റേഞ്ച് ചെയർമാനായിരുന്നു സമസ്ത വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡിൻ്റെ. മൂപ്പര് കിടന്നുറങ്ങിയിട്ട് അറ്റാക്ക് വന്നാണെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതം സന്തോഷത്തിലും റാഹത്തിലാക്കാനും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. മൂപ്പൻ്റെ മക്കൾ സുഹൈല, ജുനൈദ്, മുബാറക്ക് എന്നിവരാണ്. സുബൈദി എന്നവൻ്റെ ഭാര്യ. സൗജന്യമായിട്ട് കണ്ണ് പരിശോധന ക്യാമ്പ് ഇന്ന് നടക്കുന്നുണ്ട് പാലക്കാട്ടിൽ. ആർക്കെങ്കിലും വെറുതെ കണ്ണ് പരിശോധന നടത്തുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പരിശോധിക്കാൻ പറ്റുന്ന അഹല്യ മനോരമയും ട്രിനിറ്റി കണ്ണാശുപത്രിയും കൂടി നടത്തുന്ന പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയും കുളി അടക്കം പോവുകയാണെങ്കിലും അതിന് പ്രത്യേക പാക്കേജ് ഉണ്ട്. അതുമാത്രമല്ല, ഓപ്പറേഷനും മരുന്നിനും കണ്ണാടിക്കും ഒക്കെ ഗണ്യമായ വിലക്കുറവുണ്ടെന്നാണ് അതിൻ്റെ നടത്തിപ്പുകാർ പറയണത്. രജിസ്ട്രേഷൻ വിവരങ്ങൾക്കും അതിനെപ്പറ്റിയുള്ള വിസ്തരിച്ചുള്ള വിവരങ്ങൾ അറിയാൻ 98 95 51 98 95 ഈ നമ്പറിൽ വിളിച്ചാൽ വിസ്തരിച്ച കാര്യങ്ങളൊക്കെ ഒരു വെളുവോടുകൂടി പറഞ്ഞു തരും. ലാസിക് ട്രീറ്റ്മെൻറ്റിന് 25%, കാട്രാക്റ്റ് ട്രീറ്റ്മെൻറ്റിന് 10%, കണ്ണടകൾക്ക് 25% കിഴിവുണ്ട്. ഇതിൽ പങ്കെടുക്കുമ്പോൾ 500 പേർക്ക് സൗജന്യ ഫാമിലി നേത്ര പരിശോധന പാക്കേജിൽ പങ്കെടുക്കാനും അവസരമുണ്ട്. പങ്കെടുക്കുന്നവരിന്ന് തിരഞ്ഞെടുത്ത 200 പേർക്ക് 6 മാസത്തേക്ക് വനിത എന്ന പുസ്തകം അവർ വെറുതെ അയച്ചു കൊടുക്കും. കാശൊന്നും വാങ്ങിക്കില്ല. ഈ 6 മാസത്തേക്കൊക്കെ കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ 555 റുപ്യ കൊടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം 26 കിലോ സ്വർണം മോഷണം പോയതിൻ്റെ വകയിൽ അറസ്റ്റിലായ ബാങ്ക് മാനേജറിനെ കോടതിയിൽ ഹാജരാക്കി. വടകര മഹാരാഷ്ട്ര ബാങ്കിലാണ് സംഭവം നടന്നത്. 17 കോടി റുപ്യൻ്റെ തട്ടിപ്പാണ് മത ഭാസ്കർ എന്ന ഒരു മാനേജർ സേലത്തുകാരൻ പറ്റിച്ചെന്നാണ് പറയുന്നത്. കുറച്ച് ദിവസം ആളിനെ കാണാണ്ട് അന്വേഷിച്ച് പോയപ്പോൾ മൂപ്പര് പറഞ്ഞ് മൂപ്പൻ്റെ അച്ഛനക്ക് സുഖമില്ലാണ്ട് ഞാൻ ലീവ് എടുത്ത് ആശുപത്രിയിൽ നിൽക്കുകയാണ്, പോരാത്തതിന് ഞാൻ ഡെങ്കിപ്പനിയായിട്ട് ചികിത്സയിലാണ്, ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല തട്ടിപ്പ് നടത്തിയത്, സോണൽ മാനേജർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ, എനിക്ക് കാര്യമായിട്ടൊന്നും ഇതിൽ കിട്ടിയിട്ടൊന്നുമില്ല, എൻ്റെ മുകളിലും താഴെയായിട്ടൊക്കെ നിറച്ചും ബാങ്കിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണത്. ശരിക്കുള്ള സ്വർണ്ണം അവിടെ നിന്ന് മൂപ്പര് അടിച്ചു മാറ്റിയിട്ട് പണയ പണ്ടം അത് ഗോൾഡും ഒക്കെ മുക്കുവണ്ടമൊക്കെ വെച്ചിട്ടാണ് മൂപ്പര് ഈ 17 കോടി റുപ്യ തട്ടിയെടുത്തതെന്നാണ് പറയുന്നത്. ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ കഴിഞ്ഞു.